അങ്ങനെ കൽക്കി റിലീസായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സിനിമ എന്ന് ഒറ്റ വാചകത്തിൽ ചോദിക്കുകയാണെങ്കിൽ കൽക്കി കലക്കി. അത് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളൊക്കെ മുൻനിര താരങ്ങളാണ്. അപ്പൊ അവരുടെ ആക്ടിങ് സ്കില്ലിനെ പറ്റിയൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരുടെ പെർഫോമൻസ് അതിഗംഭീരമാണ്, അതിൽ ഒരു സംശയവുമില്ല. പിന്നീട് ഒരു ചോദ്യം, അവർക്കൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിത്രം 3 മണിക്കൂറോളം ഉണ്ട്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിനുള്ളിൽ പറയാനുണ്ട്. അത് പറയാനുള്ളത് കൊണ്ട് തന്നെ കാമിയോ റോളായിട്ട് വരുന്നവർക്കൊന്നും കുറെ അങ്ങ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഇല്ല. പക്ഷെ അവരൊക്കെ ഇനി സെക്കൻഡ് പാർട്ടിൽ വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിലും ഈ രീതിയിലുള്ള പെർഫോമൻസ്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബോളിവുഡ് സിനിമകൾ, ഇപ്പൊ ഒരു പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങിയിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് പൃഥ്വിരാജ് വില്ലനായിട്ടാണ്. അതിൽ ഞാൻ നമ്മുടെ മലയാളത്തിലെ പൃഥ്വിരാജ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഹിന്ദിയിൽ വന്നു. പക്ഷെ അത് പരാജയപ്പെട്ടതിന്റെ പേരിൽ ഓഫീസ് വരെ നിർമ്മാതാക്കൾ വിൽക്കാൻ പോവാന്നൊക്കെ പറയുന്നു. സത്യമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ ന്യൂസ് അങ്ങനെ വന്നിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ സിനിമയൊക്കെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ടെക്നിക്കൽ സൈഡ് നോക്കിയാലും സംവിധായകന്റെ മികവ്, ഒപ്പം മറ്റ് ടെക്നിക്കൽ വശങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നവരൊക്കെ അതിഗംഭീരമായി തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് കണ്ടന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഇതിന്റെ കണ്ടന്റ് തന്നെയാണ്. ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാവി എന്താവും, ഭൂതകാലത്ത് ഉണ്ടാവുന്ന ഒരു പുരാണ കഥ, നമ്മൾ വിശ്വസിക്കുന്ന പല കഥകളും ഭാവിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട്, നമ്മളുമായിട്ട് ചേർത്തിക്കൊണ്ട് ആ ഒരു രീതിയിൽ പടം പറയുന്ന അവസ്ഥ, അത് അതിമനോഹരമായിരുന്നു എന്നത് പറയാതെ വയ്യ. അപ്പൊ എനിക്ക് ഇതിന്റെ കണ്ടന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഫസ്റ്റ് ഹാഫിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇവൻ പറയുന്നുണ്ട് ഗംഭീരാണെന്ന്, വേറെ റിവ്യൂവേഴ്സും പറയുന്നുണ്ട് ഗംഭീരാണെന്ന്, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടല്ലോ എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക. ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിനിമയാണ്. എന്ന് വെച്ചാൽ ലാഗില്ലേ ചോദിച്ചാൽ ലാഗൊക്കെ ഉണ്ട്. പക്ഷെ ആ ലാഗ് ഈ സിനിമയ്ക്ക് അനിവാര്യമാണ്. ഇത് പറയാൻ അതിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആയിട്ട് ഇറക്കാനുള്ള അത്രയും വലുതാണ് ഈ കഥ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ടുണ്ടോ? കാണുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമ തിയേറ്റർ, നല്ല സൗണ്ട് എഫക്റ്റും നല്ല സ്ക്രീനൊക്കെയുള്ള തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണുക, ആസ്വദിക്കുക. കണ്ടവരുണ്ടെങ്കിൽ അവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.